ഇന്നത്തെ വീഡിയോയിൽ 2023 വാട്സപ്പിൽ വന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കിടിലൻ 20 അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ഇതിൽ പല അപ്ഡേറ്റുകളും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ചില അപ്ഡേറ്റുകളെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. മറ്റു ചില അപ്ഡേറ്റുകൾ ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഒരു 2000 ലൈക്കാണ് ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ 20 അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ഏതെങ്കിലും അപ്ഡേറ്റ് ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വാട്സപ്പിൽ വന്നിരുന്നു, ഞാൻ ഈ വീഡിയോയിൽ വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് ഇതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്തുകൂടെ അറിയിക്കുക. വാട്സപ്പിൽ കഴിഞ്ഞ വർഷം വന്നതിലെ ഏറ്റവും ബിഗ് അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ചാനൽ അപ്ഡേറ്റ്. അതായത് നമുക്ക് ചാനലുകൾ വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പലരും ചാനലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. വാട്സപ്പ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്ത് പലരും വാട്സപ്പ് ചാനലിലൂടെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളും വാട്സപ്പ് ചാനലിലൂടെ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ വാട്സപ്പ് ചാനലും നല്ലൊരു ഓപ്ഷനാണ്. ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വാട്സപ്പിൻ്റെ ചാനൽസ്. നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു നിങ്ങൾക്കും വാട്സപ്പിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ആയിരുന്നു മെസ്സേജ് റിയാക്ഷൻ. അതായത് നമുക്കൊരു മെസ്സേജ് വന്നാൽ ഇമോജി റിയാക്ഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന അപ്ഡേറ്റ്. എനിക്ക് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റുമാണ് ഈ മെസ്സേജ് റിയാക്ഷൻ. ഈ അപ്ഡേറ്റിൽ മറ്റൊരു ഫീച്ചർ കൂടി ഈയിടെ വാട്സപ്പ് ആഡ് ചെയ്തു. ഒരു പക്ഷേ നിങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. റിയാക്ഷൻ മെസ്സേജ് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ റിയാക്ഷൻ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വേണോ വേണ്ടിയോ എന്നുള്ളത് അവിടെ നിന്ന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മൂന്നാമത്തെ അപ്ഡേറ്റ് വാട്സപ്പ് സ്റ്റാറ്റസിൽ വന്ന വോയിസ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന അപ്ഡേറ്റ് ആയിരുന്നു. പലർക്കും അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയവരുണ്ട്, പലരും ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വാട്സപ്പ് സ്റ്റാറ്റസ് അധികം ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ലിസ്റ്റിൽ മിക്ക ആളുകളും ആ ഒരു ഫീച്ചർ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനും പേഴ്സണലി അത് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ആ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നാലാമത്തെ അപ്ഡേറ്റ് ലിങ്ക് മൾട്ടിപ്പിൾ ഡിവൈസ്. അതായത് നമുക്കൊരു വാട്സപ്പ് അക്കൗണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഡിവൈസുകളിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലിങ്ക് ഡിവൈസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 1, 2, 3, 4 ഡിവൈസിലേക്ക് നമുക്ക് ഒരു അക്കൗണ്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അഞ്ചാമത് വന്ന അപ്ഡേറ്റ് വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ചാറ്റ് ലോക്ക്. അതായത് സീക്രട്ട് ചാറ്റുകളൊക്കെ ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചർ വന്നു. പക്ഷേ ഈ ചാറ്റ് ലോക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളൊരു ചാറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോം സ്ക്രീൻ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ലോക്ക്ഡ് ചാറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു. ഇതിനും വാട്സപ്പ് ഒരു പരിഹാരം കൊണ്ടുവന്നു. ചാറ്റ് ലോക്ക് ഇനി നമുക്കൊരു പാസ്വേഡ് കൊടുത്തുകൊണ്ട് ഹൈഡ് ചെയ്യാനും പറ്റും. അതായത് നമ്മളൊരു ചാറ്റ് വാട്സപ്പിൽ ലോക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ആര് എങ്ങനെ നോക്കി എന്ന് പറഞ്ഞാലും അറിയാനായിട്ട് സാധിക്കത്തില്ല. എൻ്റെ 2 വാട്സപ്പ് അക്കൗണ്ടിൽ ഈ ഒരു ഫീച്ചർ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പം നോക്കിയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഗ്ലിച്ച് കാരണം, അല്ലെങ്കിൽ ഈ ബീറ്റാ വെർഷനിലാണല്ലോ ഈ അപ്ഡേറ്റുകളൊക്കെ ആദ്യം വരുന്നത്. അപ്പം ബീറ്റാ വെർഷനിൽ വരുന്ന അപ്ഡേറ്റുകൾ അത്ര സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് കിട്ടും, ചിലപ്പോൾ പോകും. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് താമസിക്കാതെ ഈ ഒരു ഫീച്ചറും എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വാട്സപ്പ് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഏഴാമത്തെ അപ്ഡേറ്റ് വാട്സപ്പ് സ്റ്റാറ്റസിൽ നമുക്ക് ലിങ്കിന്റെ പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ലിങ്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തമ്പനയിൽ കറക്റ്റായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടി കാണും. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഫീച്ചറൂടെ വാട്സപ്പ് ലോഞ്ച് ചെയ്തിരുന്നു. അതായത് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ക്യാപ്ഷനിൽ ഇപ്പോൾ ഒരു ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിക്കബിൾ ആയിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. എട്ടാമത്തെ അപ്ഡേറ്റും 2023 വാട്സപ്പിൽ വന്നതിലെ ഏറ്റവും മികച്ച അപ്ഡേറ്റ് ആയിരുന്നു. മീഡിയ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ക്വാളിറ്റി HD ക്വാളിറ്റിയിൽ സെൻഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ആയിരുന്നു. മുമ്പ് നമ്മൾ വാട്സപ്പിലൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയക്കുമ്പോൾ അത് കംപ്രസ് ചെയ്തുകൊണ്ടാണ് വാട്സപ്പ് സെൻഡ് ചെയ്യുന്നത്. എന്നാൽ HD ക്വാളിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ തന്നെ വീഡിയോകളും ഫോട്ടോസും സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒമ്പതാമത്തെ അപ്ഡേറ്റ് 2023 തോന്നുന്നു ഏറ്റവും കൂടുതൽ വാട്സപ്പിലൂടെ സ്കാം പരിപാടികളൊക്കെ നടക്കും. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ വരുന്ന അൺനോൺ നമ്പറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് ആക്കാനുള്ള ഒരു ഫീച്ചറൂടെ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് പേഴ്സണലി നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അൺനോൺ നമ്പറുകൾ വാട്സപ്പിൽ വരുന്നത് നമുക്ക് എടുക്കേണ്ട പോലും കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നമ്പർ നോക്കിയതിന് ശേഷം നമുക്ക് എടുക്കേണ്ട നമ്പറാണ്, നമുക്കറിയാവുന്ന നമ്പറാണെങ്കിൽ മാത്രം അത് പിക്ക് ചെയ്താൽ മതി. പത്താമത്തെ അപ്ഡേറ്റ് 2023 ലാസ്റ്റിൽ വന്ന അപ്ഡേറ്റ് ആണ്. ഒരു ചാറ്റിനുള്ളിൽ നമുക്ക് മെസ്സേജുകൾ പിൻ ചെയ്യാനായിട്ട് സാധിക്കും. സിംഗിൾ മെസ്സേജ് ആണ് ഇപ്പം പിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകൾ വല്ല ഒരാളിപ്പോൾ അയച്ചെങ്കിൽ നമ്മളത് മറന്നു പോകാതിരിക്കാൻ ആ ചാറ്റിൽ തന്നെ നമുക്കത് ടോപ്പിൽ പിൻ ചെയ്ത് വെക്കാനുള്ള സൗകര്യമാണ് പിൻ മെസ്സേജ് എന്ന് പറയുന്നത്. 11ാമത്തെ അപ്ഡേറ്റ് വാട്സപ്പിലൂടെ നമുക്ക് മുമ്പ് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും മീഡിയാസും മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. എന്നാൽ 2023 അതിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് മാക്സിമം 100 മീഡിയ വരെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് വാട്സപ്പിലൂടെ ഒരേ സമയം സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 12ാമത്തെ അപ്ഡേറ്റ് വാട്സപ്പ് ചാറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ഫീച്ചർ വന്നു. അതായത് ബാക്കപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് മറ്റൊരു ഡിവൈസിൽ നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണിത്. വാട്സപ്പിന്റെ ചാറ്റിൽ ബാക്കപ്പ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. 13ാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ വർഷം വാട്സപ്പിന്റെ ലേഔട്ടിലും ചേഞ്ച് വന്നു. അതായത് മൊത്തത്തിലൊരു ഗ്രീൻ കളറായിരുന്നു വാട്സപ്പ് പിടിച്ചിരുന്നത് ആദ്യമായിട്ട്. എന്നാൽ ഇപ്പം നമ്മൾ ഡാർക്ക് മോഡ് ഇടുവാണെങ്കിൽ ഫുൾ ഡാർക്ക് ആയിരിക്കും. ഇനി നമ്മൾ
ഡാർക്ക് മോഡും ലൈറ്റ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ടോപ്പിലും അതിൻ്റെ ബോട്ടത്തിലുമായിട്ട് ഗ്രീൻ കളറിൻ്റെ ഒരു പരിപാടി മാറ്റി ഫുൾ വൈറ്റ് അല്ലെങ്കിൽ ഫുൾ ഡാർക്ക്. ഈ ഒരു അപ്ഡേറ്റൂടെ വാട്സപ്പ് കഴിഞ്ഞ വർഷമാണ് കൊണ്ടുവന്നത്. 14-ാമതായിട്ട് വന്ന അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മെസ്സേജുകൾ നമുക്ക് അയക്കാനുള്ള ഒരു ഫീച്ചർ ആയിരുന്നു. പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ ആ ഒരു ഫീച്ചർ വന്നതിന് ശേഷം കുറച്ച് നാൾ ഉപയോഗിച്ചു, പിന്നെ ഇപ്പോൾ അത് കാണാനില്ല. എന്തെങ്കിലും ഗ്ലിച്ച് ആയിരിക്കാം, ബഗ് ആയിരിക്കാം, ഒരു പക്ഷേ അധികം താമസിക്കാതെ ഫീച്ചർ വരുമായിരിക്കാം. എത്ര പേര് ആ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അടുത്തത് വ്യൂ വൺ മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഓൾറെഡി വാട്സപ്പിലുണ്ട്. ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അയക്കും വ്യൂ വൺ ആയിട്ട് അയക്കാൻ പറ്റും. പക്ഷേ ഓഡിയോ അയക്കുമ്പോൾ അത് നമുക്ക് പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഓഡിയോയും ഇനിയും വ്യൂ വൺ ആയിട്ട് അയക്കാൻ പറ്റും. അതായത് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അത് കേൾക്കാൻ സാധിക്കത്തില്ല. അടുത്തായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു ഓൺലൈൻ സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യാനുള്ള ഫീച്ചർ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണത്. 18-ാമതായിട്ട് 2 ഫീച്ചേഴ്സ് വാട്സപ്പ് ആഡ് ചെയ്തിരുന്നു. ഒന്ന് പാസ് കീ, മറ്റൊന്ന് ആഡ് ഇമെയിൽ അഡ്രസ്. അതായത് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടിൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സും പാസ് കീയും സെറ്റ് ചെയ്യാനുള്ള സൗകര്യമായിരുന്നു. അപ്പോൾ ഇതിലൂടെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പുതിയൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ OTP ഇല്ലാതെ ഈ പാസ് കീയോ ഇമെയിൽ വെരിഫിക്കേഷനോ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു സൗകര്യമാണ്. പക്ഷെങ്കിൽ പലരും ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് ഒരു പക്ഷേ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല. അറിഞ്ഞിട്ടില്ലാത്തവർ അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് പാസ് കീയും അതേപോലെ തന്നെ പാസ് കീ എൻ്റർ ചെയ്തിട്ടത് മറന്നു പോകരുത്, ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും ആഡ് ചെയ്തുകൂടെ കൊടുത്തേക്കുക. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് അപ്ഡേറ്റ് വാട്സപ്പിൻ്റെ അക്കൗണ്ട് സെക്ഷനിൽ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എത്ര പേര് ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. അതായത് നമുക്കൊരു വാട്സപ്പിനുള്ളിൽ, ഒരു വാട്സപ്പ് ആപ്പിനുള്ളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ആഡ് ചെയ്യാനുള്ള ഫീച്ചറാണിത്. അതായത് ഒരേ അക്കൗണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവൈസുകളിൽ ഉപയോഗിക്കാം. ഒരു വാട്സപ്പിനുള്ളിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 20-ാമത്തെ അപ്ഡേറ്റ്, ഒരാളുമായിട്ട് നമുക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ ഫോണിൻ്റെ കോൺടാക്റ്റിൽ ആഡ് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷമേ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു മുമ്പൊക്കെ. എന്നാൽ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരാളെ സേവ് ചെയ്യാതെ അവരുടെ നമ്പറിലേക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് സെർച്ച് ബാറിൽ അവരുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ഓപ്ഷൻ ലഭിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്യാതെ ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 20 അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. 20 അപ്ഡേറ്റ്സ് അല്ല, അതിലും കൂടുതൽ മാറ്റങ്ങൾ വാട്സപ്പിൽ വന്നിരുന്നു. പക്ഷെങ്കിൽ എല്ലാ അപ്ഡേറ്റുകൾ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് വരെ എടുത്ത് വരുമ്പോഴത്തേക്ക് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ 20 അപ്ഡേറ്റിൽ ഒതുക്കിയത്. അപ്പം ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ, നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അപ്ഡേറ്റ് ഇതാണെന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് വരുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്കോടെ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ വാട്സപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.